കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, എന്നെ കണ്ടെത്തുവാനുള്ള നിങ്ങളുടെ അന്വേഷണയാത്ര എന്നുമെന്നും തുടർന്നു കൊണ്ടിരിക്കണം. നീ ഭാവനയിൽ നനച്ചതിനേക്കാൾ വലിയ കണ്ടെത്തലായിരിക്കും ആ യാത്രയിലൂടെ നീ നേടിയെടുക്കുന്നത്. എന്നെ കണ്ടെത്തുമ്പോൾ നിന്റെ മനസ്സിൽ സമാധാനത്തിൻ്റെ സാന്ത്വനമഴയായി ഞാൻ പെയ്തിറങ്ങും. പ്രിയ കുഞ്ഞെ, ഞാൻ അനുഗ്രഹത്തിൻ്റെ അധിപതിയാണ്. മക്കളുടെ ഹൃദയം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതിലാണ് എൻ്റെ സംതൃപ്തി. അനുഗ്രഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളാണ് എൻ്റെ മക്കളുമായുള്ള ബന്ധം സജീവമാക്കുന്നത്. എന്നെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നീ സംതൃപ്തനാകുന്നത്. എന്നേക്കാൾ അധികമായി ഭൗതിക ലക്ഷ്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ മാറുമ്പോൾ ഞാൻ നിന്റെ മനസ്സിലെ മങ്ങിയ പ്രമേയമാകും. ഓർക്കണം, അപ്പോൾ നമ്മൾ വഴി പിരിയുകയാണ്. എൻ്റെ സ്വന്തം കഴിവിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പലപ്പോഴും നീ ചിന്തിക്കാറുണ്ട്. എനിക്കറിയാം. എൻ്റെ മക്കളുടെ അപക്വ മനസ്സിൻ്റെ ബാലിശ ചിന്തകളാണ് അതൊക്കെ. നിന്റെ കഴിവിലും ആസ്തിയിലും മാത്രം ആശ്രയിച്ച് നീ ജീവിക്കുമ്പോഴും നിന്റെ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധ വെച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എൻ്റെ മക്കൾ എന്നെ മറന്നാലും എനിക്കവരെ മറക്കാൻ കഴിയില്ല. അവരെൻ്റെ പ്രിയപ്പെട്ട സ്വന്തം മക്കളാണ്. അതൊന്നും മക്കളെ നിങ്ങൾ അറിയാറില്ല. നിന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എന്നെ അന്വേഷിക്കുമ്പോൾ എല്ലായിടത്തും എൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും. നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നീയൊരു വിസ്മയമായിരിക്കും. ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല. 27-ാം സങ്കീർത്തനം 8-ാം വാക്യം. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് പറയുന്നു. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ. അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്നേ ദിവസം നമ്മുടെ മനസ്സിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.